ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ നോയമ്പിൻ്റെ 46-ാമത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം ലേഖനം 10-ാം വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണികനായ പിതാവേ, അവിടുത്തെ പാദപീഠത്തിങ്കൽ അടുത്തു വരുവാൻ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുവചന സത്യങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇവിടെ 4 കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ ഇരിക്കണം. അവനിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവനെ അറിയണം. എങ്ങനെയാണ് വാസ്തവമായി അറിയാൻ കഴിയുന്നത് എന്ന് നോക്കാം. അപ്പോസ്തലൻ യേശുവിൻ്റെ മാർഗ്ഗക്കാരായ പലരെയും നശിപ്പിക്കാൻ വേണ്ടി മഹാപുരോഹിതന്മാരിൽ നിന്നും അധികാരപത്രം വാങ്ങിച്ച് ദമസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിയ ഒരു വെളിച്ചം പൗലോസിൻ്റെ ചുറ്റും മിന്നിക്കണ്ടു. പൗലോസ് പേടിച്ച് നിലത്ത് വീണു. നീ ആരാകുന്നു കർത്താവേ? സഭയെ മുടിക്കാൻ ഇറങ്ങിയവൻ കർത്താവിനെ അറിഞ്ഞു. കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ വിശുദ്ധ പൗലോസ് കർത്താവിനെ അറിഞ്ഞു. 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് കരഞ്ഞില്ല, ജീവനുള്ള ദൈവത്തെ പാടി പുകഴ്ത്തി. അപ്പോൾ ഭൂകമ്പമുണ്ടായി, ചങ്ങലകൾ പൊട്ടി, കാരാഗ്രഹം തനിയെ തുറന്നു. അതിൻ്റെ പ്രമാണി ഭ്രമിച്ചു. തന്നെ ദണ്ഡിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യരുതേ എന്ന്. നാം പോകുന്ന ഇടങ്ങളിൽ നമ്മെ നടത്തുന്ന ദൈവം കൃപയുടെ അനുഭവം പ്രാപിപ്പാൻ നമ്മെ സഹായിക്കും. പൗലോസിന് പുകഴുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, റോമ പൗരൻ, 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സ്നേഹം, സഹനം, ദയ, കരുണ, ദീർഘക്ഷമ ഇവയെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, എങ്കിലും വിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനേയുള്ളൂ. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക. ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്നാൽ നാം ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണം. ക്രിസ്തു ത്യാഗത്തിൻ്റെ പ്രതീകമായിരുന്നു. ദൈവരൂപത്തിലിരിക്കെ ദാസരൂപമെടുത്ത് മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ. യേശു ദുഃഖിക്കുന്നവരുടെ ആശ്വാസദായകൻ, അനാഥർക്ക് പിതാവാണ്, വിധവയുടെ നാഥനാണ്, വിശക്കുന്നവർക്ക് അന്നമാണ്, രോഗിക്ക് മരുന്നും വൈദ്യനുമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ആണ് അവൻ മരണമേറ്റത്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു. വലത്തുവശത്തെ കള്ളൻ രാജ്യത്വം പ്രാപിച്ചു ദൈവത്തോട് ചേർന്നു. പാപമില്ലാത്തവനെ നാം എല്ലാവരും കൂടെ പാപികളായ നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയും നമുക്ക് വേണ്ടി പിതാവിനോട് യാചിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഈ ത്യാഗങ്ങൾ ഏൽക്കാൻ നമുക്കും സാധിക്കുമോ? ഒരു ചെവിക്കുറ്റിക്ക് അടിച്ചാൽ മറ്റേതും കൂടെ അടിച്ചോളാൻ നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല, അതിന് വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ നാം പറയും. 3 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ദൈവപുത്രൻ നമുക്ക് വേണ്ടി ബലിയാടിനെ പോലെ പീലാത്തോസ് കുറ്റം വിധിച്ചപ്പോൾ ഊമനായിരുന്നു. യേശുവിൻ്റെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തള്ളിയതാരെന്ന് പറയുക. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയുകയില്ല. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അതുപോലെ തന്നെ പാനപാത്രവും ഞാനിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏക സത്യദൈവമായ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവൻ്റെ കഷ്ടങ്ങളിലും കൂട്ടാളികളാകുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. പുനരുത്ഥാനം എന്നാൽ അത് മരിച്ചവർക്ക് മാത്രമുള്ളതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവന് ജീവജലം സൗജന്യമായി കൊടുക്കും. ബന്ധനങ്ങളെ തകർക്കുന്നതാണ് പുനരുത്ഥാനം. കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മയുള്ളവരായി മരണത്തോട് അനുരൂപപ്പെട്ട് പുനരുത്ഥാനത്തെ ശക്തിയെ പ്രാപിക്കാൻ നമുക്ക് നാം ഇടയാകണം. ഓരോരോ ഇടങ്ങളിൽ, സാഹചര്യങ്ങളിൽ പകച്ചു നിൽക്കാതെ, പതറിപ്പോകാതെ, ലജ്ജിക്കാതെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ദൈവം തമ്പുരാൻ ഈ വലിയ നോയമ്പിൻ്റെ കാലങ്ങൾ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. ആമേൻ.